നമസ്കാരം. നമസ്തേ. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം സുദൃഢമാകുന്നതിൻ്റെ പുതിയ തെളിവുകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഇസ്രയേൽ വികസിപ്പിച്ചെടുത്ത സുപ്രധാനമായ വ്യോമ യുദ്ധരംഗത്ത് നിർണായകമായ രണ്ട് തരം മിസൈലുകൾ ഇന്ത്യ വാങ്ങാൻ പോകുന്നു. അത് വ്യോമയുദ്ധരംഗത്ത് ഇന്ത്യക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്താണ് ആ മിസൈലുകൾ? എന്താണ് അതിൻ്റെ പ്രത്യേകത? അതുകൊണ്ട് ഇന്ത്യക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ്? വ്യോമയുദ്ധ രംഗത്ത് പാകിസ്ഥാനും അതുപോലെ ചുറ്റും മറ്റുള്ള രാജ്യങ്ങളും എന്തുകൊണ്ട് ഇന്ത്യയെ പേടിക്കണം ഇതിനെ തുടർന്ന്? ഇസ്രയേലിന്റെ കൈവശമുള്ള മറ്റാർക്കും ഈ സാങ്കേതിക വിദ്യ ഇതുവരെ അവർ കൊടുക്കാതിരുന്ന രണ്ട് മിസൈലുകൾ, അത് രണ്ടും വ്യോമയുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒന്ന് സ്കൈസ്റ്റിംഗ് എന്ന് പറയുന്ന ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലാണ്. അത് വിമാനങ്ങൾക്കെതിരെ വിമാനങ്ങളിൽ നിന്നും പ്രയോഗിക്കുന്ന മിസൈലാണ്. ആ സ്കൈസ്റ്റിംഗ് മിസൈലും അതുപോലെ ഗോൾഡൻ ഹൊറൈസൺ എന്ന എയർ ലോഞ്ച്ഡ് ബലിസ്റ്റിക് മിസൈലും, ഇങ്ങനെ രണ്ട് മിസൈലുകൾ ഇസ്രയേലിൽ നിന്നും ആ മിസൈലുകൾ വാങ്ങുക മാത്രമല്ല അതിൻ്റെ ടെക്നോളജി ഇന്ത്യക്ക് ലഭിക്കും എന്നാണ് ഇപ്പോൾ നൽകുന്ന സൂചന. ഈ രണ്ട് മിസൈലുകളും ദക്ഷിണേഷ്യയിലെ തന്നെ വ്യോമയുദ്ധത്തെ അപ്പാടെ മാറ്റിമറിക്കും എന്നാണ് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിലയിരുത്തുന്നത്? ഈ സ്കൈസ്റ്റിംഗ് എന്ന് പറയുന്ന അതിൽ ആദ്യത്തെ മിസൈലിലേക്ക് ഇതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. സ്കൈസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു എയർ ടു എയർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈല്. പണ്ടത്തെ കാലത്തൊക്കെ വ്യോമയുദ്ധം എന്ന് പറഞ്ഞാൽ രണ്ട് വിമാനങ്ങൾ ഡോഗ് ഫൈറ്റ് എന്ന് പറഞ്ഞ് നടത്തും. അതായത് ഒരു വിമാനം വന്നിട്ട് മറ്റൊരു വിമാനത്തെ വെടിവെച്ചിടാൻ നോക്കും. അങ്ങനെ അതൊരു 25-30 കിലോമീറ്റർ അകലെയൊക്കെ ആയിരിക്കും ഈ രണ്ട് വിമാനങ്ങളും, അല്ലെങ്കിൽ 15 കിലോമീറ്റർ, ചിലപ്പോൾ അതിലുമൊക്കെ അടുത്ത് എത്തും. അവർക്ക് പൈലറ്റുമാർക്ക് പരസ്പരം നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ പരസ്പരം കാണാൻ പറ്റും. പീരങ്കി ഉപയോഗിച്ച് വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന തോക്കുകൾ ഉപയോഗിച്ചായിരിക്കും പരസ്പരം ആക്രമിക്കുന്നത്. അപ്പോൾ അന്ന് ഈ ഏറ്റവും നന്നായിട്ട് ഇത്തരം ഡോഗ് ഫൈറ്റിൽ വിജയിക്കുന്ന വിമാനം സൂപ്പർ ക്രൂയിസിംഗ് എന്ന് പറയുന്ന വളരെ വേഗത്തിൽ പെട്ടെന്ന് ചീറിപ്പായാനും തലകുത്തി മറിയാനും ഒരു മിസൈൽ എതിരെ അല്ലെങ്കിൽ ഒരു വെടിയുണ്ട അപ്പുറത്തു നിന്നൊരു പീരങ്കി വെച്ച് വെടിവെക്കുമ്പോൾ ഒഴിഞ്ഞു മാറാനും അങ്ങനെയൊക്കെയുള്ള ശേഷിയുള്ള ഒരു വിമാനമാണ്. അതായത് വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ ശക്തിയായിരുന്നു വിമാനത്തിൻ്റെ സർവൈവബിലിറ്റി. അത് സൂപ്പർ ക്രൂയിസിങ് എന്നൊക്കെയുള്ള ആശയങ്ങളായിരുന്നു അന്നത്തേത്. പക്ഷെ അത് ആ കാലം കഴിഞ്ഞു. ഇന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത അത്ര ദൂരത്തിൽ വെച്ച് തന്നെ ശത്രു വിമാനത്തെ ആക്രമിച്ച് തകർക്കുക എന്നുള്ളതാണ് ഇന്നത്തെ യുദ്ധത്തിൻ്റെ ഫിലോസഫി, വാർ ഡോക്ട്രിൻ. അത് തുടക്കത്തിൽ ഇന്ത്യ ഇതിൽ ശ്രദ്ധിച്ചിരുന്നില്ല. അതിൻ്റെ തിരിച്ചടി ഇന്ത്യക്ക് ഉണ്ടായത് 2019 ബാലാക്കോട്ട് ആക്രമണ സമയത്താണ്. അന്ന് ഓർക്കുന്നുണ്ടാവുമല്ലോ, നമ്മുടെ ഒരു MiG-21 വിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടതും പൈലറ്റിനെ പാകിസ്ഥാൻ തടവിൽ വെച്ചതുമൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് അതൊരു ഞെട്ടലായിരുന്നു. ഇന്ത്യയുടെ കൈവശം അന്ന് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ദീർഘദൂര മിസൈൽ എന്ന് പറയുന്നത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ എന്നത് R-77 എന്ന് പറയുന്ന റഷ്യൻ മിസൈലായിരുന്നു. അതിന് പരമാവധി ഒരു 70 കിലോമീറ്റർ 60 കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ശക്തി ക്ഷയിക്കും. അങ്ങനെ ഒരു മിസൈലായിരുന്നു. പക്ഷെ പാകിസ്ഥാന്റെ കൈവശം 100 കിലോമീറ്റർ റേഞ്ചുള്ള ആംറാം എന്ന് പറയുന്ന അമേരിക്കയുടെ മിസൈൽ ഉണ്ടായിരുന്നു. ഈ ആംറാം മിസൈൽ ഉപയോഗിച്ചാണ് അവര് MiG-21 വെടിവെച്ചിട്ടത്. സത്യത്തിൽ ഞാനും അത്ഭുതപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പാകിസ്ഥാന്റെ എത്രയോ ഇരട്ടി GDP ഉള്ള ഇന്ത്യക്ക് ഇത്തരം ഒരു മിസൈൽ വാങ്ങുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ തലകുത്തനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇന്ത്യ അത് വാങ്ങിച്ചിട്ടില്ല. അതായത് നമ്മുടെ വാർ ഡോക്ട്രിന്റെ ഒരു പരാജയമായിരുന്നു. എന്തുകൊണ്ട് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ ഇന്ത്യ വാങ്ങിച്ചില്ല? ഈ ചോദ്യം ദൗർഭാഗ്യവശാൽ ആ കാലഘട്ടത്തിൽ ആരും വേണ്ട രീതിയിൽ ചോദിച്ചിരുന്നില്ല. അപ്പോൾ അതിനുശേഷമാണ് ഇന്ത്യ ഇതിൻ്റെ ഒരു മാറുന്ന വ്യോമയുദ്ധത്തിൻ്റെ ഡൈനാമിക്സിനെ കുറിച്ച് ഇന്ത്യ തിരിച്ചറിയുന്നത്. ഇന്ത്യ സ്വന്തമായിട്ട് അസ്ത്ര എന്നുള്ള മിസൈലുകൾ, ഇപ്പോൾ അസ്ത്ര 1, അസ്ത്ര 2, അസ്ത്ര 3, ഈ അസ്ത്ര 1ഉം 2ഉം ഈ വർഷം തന്നെ ഏതാണ്ട് നമ്മൾ നിർമ്മിക്കും. ആ അസ്ത്ര 1 എന്ന് പറയുന്നതിന് 150 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. അസ്ത്ര 2ന് 220 തൊട്ട് 240 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് നമ്മൾ അങ്ങനെയുള്ള ഒരു മിസൈൽ ഉള്ളപ്പോൾ പിന്നെ എന്തിനാ ഇസ്രായേലിൽ നിന്നും ഈ സ്കൈ സ്റ്റിംഗ് മിസൈൽ വാങ്ങിക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാവാം.
ഉം. അതിനൊരു മറുപടിയുണ്ട്. ഉം. ആ മറുപടി എന്ന് പറയുന്നത് ഈ സ്കൈസ്റ്റിംഗ് മിസൈല് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും കൂടി സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ്. അതായത് ഇത് ഒരു ഡുവൽ പൾസ് എഞ്ചിനും 3 പൾസ് എഞ്ചിനാണ്. നമ്മുടെ പിന്നെ അസ്ത്ര 2 ഡുവൽ പൾസ് 2 തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിനാണ്. മൂന്നാമത് പിന്നെ 3 പൾസ് എഞ്ചിനാണ് ഈ സ്കൈസ്റ്റിംഗ് മിസൈലിൽ ഉപയോഗിക്കുന്നത്. ഇതിന്റെ നോ എസ്കേപ്പ് സോൺ എന്ന് പറയുന്നത് കുറച്ചുകൂടി പിന്നെ കൃത്യമാണ്. അതായത് ഈ മിസൈൽ ഇതിന്റെ അവസാനത്തെ 250 കിലോമീറ്റർ എത്തിയാലും ഇതിന്റെ ശക്തി നഷ്ടപ്പെടുന്നില്ല. അവസാനം എത്തുമ്പോഴേക്കും ഇതിന്റെ ശക്തി നഷ്ടപ്പെടാതെ കൃത്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഇത് പിന്നെ ശത്രു വിമാനത്തെ ടാർഗറ്റ് ചെയ്തിട്ട് ഇലക്ട്രോണിക് വാർഫെയറിനെ ഒക്കെ മറികടന്ന് ഈ പിന്നെ മിസൈല് ശത്രു വിമാനത്തെ നശിപ്പിക്കും. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇനി മറ്റൊരു മിസൈൽ നമ്മൾ വാങ്ങിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഗോൾഡൻ ഹൊറൈസൺ. ഇത് എയർ ലോഞ്ച്ഡ് ബലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇതൊരു ബലിസ്റ്റിക് മിസൈലാണ്. സാധാരണ വിമാനങ്ങളിൽ നിന്നും വിക്ഷേപിക്കുന്ന മിസൈലുകൾ പലതും ക്രൂയിസ് അല്ലെങ്കിൽ അതുപോലുള്ള എയർ ടു ലാൻഡ് മിസൈലുകളായിരിക്കും. പക്ഷെ ഇതൊരു ബലിസ്റ്റിക്. ഈ മിസൈല് വിമാനത്തിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ടാൽ ഇത് താഴോട്ടല്ല പോകുന്നത്. ഇത് കുറച്ചു ദൂരം മുന്നോട്ട് പോയിട്ട് ഇത് നേരെ മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോയിട്ട് ഇത് ഒരു ഏതാണ്ട് 60,000-70,000 അടി ഉയരത്തിലൊക്കെ ചെന്നിട്ട് അവിടെ നിന്നായിരിക്കും ലക്ഷ്യസ്ഥാനത്തേക്ക് താഴേക്ക് വരുന്നത്. അങ്ങനെ താഴേക്ക് വരുമ്പോൾ ഇതൊരു ഹൈപ്പർസോണിക് സ്പീഡിലായിരിക്കും വരുന്നത്. ഇതിന് 2000 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. അതായത് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലെയോ അല്ലെങ്കിൽ ഇവൻ പെഷവാറിലെയോ തന്നെ ഒരു ലക്ഷ്യസ്ഥാനത്ത്, പാകിസ്ഥാന്റെ ഏറ്റവും അങ്ങേയറ്റത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് പെഷവാറും അതുപോലെ ബലൂചിസ്ഥാനൊക്കെ, അവിടേക്ക് തന്നെ ഒരു മിസൈൽ പ്രയോഗിക്കണമെങ്കിൽ നമുക്ക് പാകിസ്ഥാൻ അതിർത്തിയിൽ പോലും ചെല്ലണ്ട. പാകിസ്ഥാന്റെ പിന്നെ വ്യോമാതിർത്തി ലംഘിച്ച് അവരുടെ സ്ഥലത്ത് പോയിട്ട് മിസൈലൊന്നും വിക്ഷേപിക്കണ്ട. ഇനി ഉത്തർപ്രദേശിൽ ലക്നൌവിൽ നിന്നായാലും ഈ മിസൈൽ വിക്ഷേപിക്കാം. അതായത് പാകിസ്ഥാന്റെ ഒരു വിമാനവേധ മിസൈലിനും നമ്മുടെ യുദ്ധവിമാനത്തെ തകർക്കാൻ പറ്റില്ല. ലോങ് റേഞ്ച് സ്റ്റാൻഡ് ഓഫ് വെപ്പൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട വെപ്പണാണ് ഇത്. നമ്മൾക്ക് സ്വയം പരിക്കേൽക്കാതെ നമ്മുടെ ശത്രുവിനെ പരിക്കേൽപ്പിക്കാം. അതിൻ്റെ ഒരു നമ്മളെ സഹായിക്കുന്ന ഒരു മിസൈലാണ്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മാറുന്ന വ്യോമയുദ്ധത്തിൻ്റെ ഒരു സൂചനയും കൂടാണിത്. അതായത് ഇനി വരുന്ന കാലത്തൊക്കെ നമ്മുടെ അതിർത്തി ലംഘിച്ച ശത്രു രാജ്യത്തിൽ പോകേണ്ട കാര്യമില്ല അവിടുത്തെ പിന്നെ ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാനായിട്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ പോലുള്ള അധികം വലുതല്ലാത്ത ഒരു രാജ്യത്തിന്. ചൈനയുടെ കാര്യത്തിൽ ഇത് അത്ര ആപ്ലിക്കബിൾ അല്ല. കാരണം ചൈന 2000 കിലോമീറ്റർ കഴിഞ്ഞാലും 5000 കിലോമീറ്റർ അപ്പുറത്തും ചൈനയുണ്ട്. പാകിസ്ഥാൻ അത്ര വലിയ രാജ്യമല്ല. അത് കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇനി ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ അതിർത്തി ലംഘിച്ച് അപ്പുറത്ത് പോകേണ്ട കാര്യമില്ല. നമ്മുടെ അതിർത്തി തന്നെ നിന്നുകൊണ്ടായിരിക്കും, നമ്മുടെ ലിമിറ്റിൽ നിന്നുകൊണ്ടായിരിക്കും ഈ ആയുധങ്ങൾ പ്രയോഗിക്കുന്നത്. ഇനി അഥവാ പാകിസ്ഥാന്റെ ഒരു മിസൈൽ വന്ന് നമ്മുടെ ഒരു യുദ്ധവിമാനത്തെ തകർത്താലും പൈലറ്റ് ശത്രു രാജ്യത്തിൽ പോയി വീഴില്ല. പൈലറ്റ് ഇന്ത്യയിൽ തന്നെ ആയിരിക്കും ലാൻഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു മെച്ചമാണ് ഇതിൻ്റെ. അതായത് വ്യോമയുദ്ധം അപ്പാടെ മാറുകയാണ്. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകളും സ്റ്റാൻഡ് ഓഫ് വെപ്പൺസും ഈ രണ്ടായി വന്നിട്ട് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അത് മാത്രമല്ല, ഈ വിമാനത്തിന് മുമ്പ് ലോയൽ വിങ്മാൻ എന്ന് പറയുന്ന ഡ്രോണുകൾ ഉണ്ടാവും. വിമാനം യഥാർത്ഥത്തിൽ പിന്നെ അങ്ങ് പിറകിൽ നിൽക്കത്തേ ഉള്ളൂ. അതൊരു കൺട്രോൾ റൂം പോലെ ആകുക. ആ കൺട്രോൾ റൂം പോലെ ഈ വിമാനത്തിനെ അനുഗമിക്കുന്ന ഡ്രോണുകളായിട്ടും പോയിട്ട് ആക്രമണം നടത്തുക. ഈ ഡ്രോണുകളെ നിയന്ത്രിക്കുകയായിരിക്കും പൈലറ്റിന്റെ ജോലി. പൈലറ്റിനോടൊപ്പം 2 പേര് കാണും. ഒരു പൈലറ്റ് വിമാനത്തിന്റെ നിയന്ത്രണം, അതും പല രീതിയിലും ഓട്ടോമേറ്റഡ് ആയിരിക്കും. ഓട്ടോ പൈലറ്റ് ആയിരിക്കും മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ ലോയൽ വിങ്മാൻ എന്ന് പറയുന്ന വലിയ ഡ്രോണുകൾ, അതിൽ നിന്നായിരിക്കും മിസൈലും ബോംബും ഒക്കെ പോകുന്നത്. പിന്നെ അതിനോടൊപ്പമുള്ള സ്വാം ഡ്രോൺ എന്ന് പറയുന്ന ചെറിയ ഡ്രോണുകൾ. ചുരുക്കി പറഞ്ഞാല് ഈ ഹോളിവുഡിലെ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന ഇന്റർസ്റ്റെല്ലാർ എന്നൊക്കെ പറയുന്ന ഗ്രഹാന്തര പിന്നെ നക്ഷത്രാനന്തര യുദ്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു 5 കൊല്ലത്തിന്, നക്ഷത്ര യുദ്ധം 5 കൊല്ലം പോലും വേണ്ട അതൊന്നും യാഥാർത്ഥ്യമാവാൻ. 2030 നമ്മൾ ഈ കാണുന്ന യുദ്ധം ഒന്നും ഇനി നടക്കില്ല. നമ്മളൊന്ന് നിസ്സാരമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ മതി. ഈ കഴിഞ്ഞ
ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു ഇന്ത്യൻ സൈനികനെങ്കിലും കൊല്ലപ്പെട്ടു? ഉം, ഇല്ലല്ലോ. ഉം, ഉം. ഇല്ല. കാരണം ഈ കരസൈന്യത്തിന് ഇനി വലിയ പ്രസക്തിയില്ല. ഉം, അവർ ഈ ആയുധങ്ങളും ഡ്രോണുകളും പ്രയോഗിക്കുന്ന ഒരാളായിരിക്കും, അത്രയേ ഉള്ളൂ. ഉം, ഉം. അവരുടെ റോള് മാറിക്കഴിഞ്ഞു. പ്രസക്തി ഇല്ലെന്ന് ഞാൻ പറഞ്ഞ ആ രീതിയിലാണ്. മാത്രമല്ല പൂർണ്ണമായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗവും വരും. 100% അങ്ങനെ ആയിരിക്കും. അതായത് ഇതൊക്കെ അവസാന നിമിഷം എന്തെങ്കിലും കറക്ഷൻ വരുത്തുന്ന കൺട്രോൾ റൂമിലെ ഒരു വ്യക്തിയായിട്ടാണ് സൈനികൻ മാറാൻ പോകുന്നത്. ഉം, ഉം, ആ സൈനികന്റെ ബാക്ക് പാക്കിലായിരിക്കും പലപ്പോഴും ഈ കൺട്രോളൊക്കെ. ഇപ്പൊ സാധാരണ നമുക്കറിയാലോ, പണ്ട് ഈ കേരളത്തിലെ തന്നെ ഒരു ചാനലുകളിലൊക്കെ ലൈവ് കൊടുക്കണമെങ്കിൽ OB1 വരും. പക്ഷെ ഇപ്പൊ ബാക്ക് പാക്ക് ഉപയോഗിച്ചല്ലേ ചാനലുകളിൽ. ഉം. അതുപോലെ എന്ന് കൂട്ടിയാൽ മതി. പല മേഖലകളിലും വലിയ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. യുദ്ധത്തിന്റെ സങ്കല്പം തന്നെ മാറുകയാണ്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ ഇത്തരം കൗതുകം, ഒരു പരിധിവരെ കൗതുകമുണ്ട്. യുദ്ധം കൗതുകമല്ല, അതൊരു ഗുരുതരമായ വിഷയമാണ്. എങ്കിലും സാങ്കേതികതകൾ അതിനെ ഒരു കൗതുകമുള്ള ഒരു ടെക്നോളജിയുടെ ഒരു യുദ്ധമായിട്ട് മാറുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. ഓക്കെ, താങ്ക് യു.